മലപ്പുറത്ത് സ്കൂളിൽ കുട്ടികൾ RSS ഗണഗീതം പാടിയതിൽ പ്രതിഷേധം ശക്തം. തിരൂർ ആലത്തിയൂർ KHMHSS സ്കൂളിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകുമെന്ന് ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശിവാനന്ദൻ 24-നോട് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ നാടിനകത്തെ വിദ്യാലയങ്ങളിൽ RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ഒളിച്ചുകളികൾ കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. RSSന്റെ ഈ ഒളിച്ചുകളി ഈ വിദ്യാലയത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെയുള്ള അധ്യാപകരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചത്. സംഭവത്തിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് പ്രധാനാധ്യാപിക ബിന്ദു 24-നോട് പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ കലാപരിപാടിക്കിടെയാണ് കുട്ടികൾ ഗണഗീതം പാടിയത്. പാട്ട് പരിശോധിക്കാതിരുന്ന ഗാന്ധി ദർശൻ ക്ലബിന്റെ ചുമതലയുണ്ടായിരുന്ന അധ്യാപകനെ ചുമതലയിൽ നിന്ന് നീക്കിയെന്നും പ്രധാനാധ്യാപിക പറഞ്ഞു. നമ്മൾ എന്തായാലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ നടപടി എന്താ വെച്ചാൽ, നമ്മുടെ ആ ഗാന്ധി ദർശൻ ക്ലബിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ അത് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെടുത്ത തീരുമാനം. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഇതൊരു അധ്യാപികയ്ക്ക് സംഭവിച്ച പിഴവ് എന്നതാണോ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്? അവരെ ചുമതലയിൽ ക്ലബിന്റെ ചുമതലയിൽ നിന്ന് നീക്കി എന്നതാണോ, അതാണോ നടപടി? അനുജ, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികളൊക്കെ തന്നെ നേതൃത്വം നൽകിയിരുന്നത് സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബ്ബായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ലബിന്റെ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകനെയാണ് ഇപ്പോൾ തലസ്ഥാനം നീക്കിയിരിക്കുന്നത്. ഈ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നു. അതിൽ സ്കൂളിലെ ഒരു ക്ലബിലെ കുട്ടികളാണ് ഇത്തരത്തിൽ ഈ ഗണഗീതം ആലപിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പരിശോധനക്കോ സ്ക്രീനിങ്ങോ ഒന്നും തന്നെ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശോധന ഇല്ലായ്മയാണ് ഇതിൽ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകനാണ് ഈ ഒരു വീഴ്ച സംഭവിച്ചത് എന്നുള്ളതാണ് സ്കൂൾ നൽകുന്ന വിശദീകരണം. എന്നാൽ വിദ്യാർത്ഥി സംഘടനകളും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. കാരണം ഈ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നുള്ളതാണ് ഈ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനുജ, അതാണ് തവനൂരിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഇതിലൊരു അധ്യാപകന്റെ പിഴവാണ് എന്ന തരത്തിലേക്ക് പ്രധാനാധ്യാപികയുടെ പ്രതികരണം വരുന്നത്. നടപടിയെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.